മോർണിംഗ്. നമ്മളിന്ന് വെള്ളറക്കാട്, നമ്മുടെ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലുള്ള വെള്ളറക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തെക്കേടത്ത് മന എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണ്. ഇത് നമ്മുടെ KR ഗ്രൂപ്പ് എടുത്തിട്ട് ഒരു റിസോർട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ മരുമകളുടെ കല്യാണ നിശ്ചയമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിപ്പോൾ അവിടെ ഡെക്കറേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ അവളുടെ കൂട്ടുകാരും ഈവന്റ് മാനേജ്മെൻറ്റുകാരാണ്. പാവങ്ങൾ ഇന്നലെ എടുത്ത പണി മുഴുവൻ മഴ കൊണ്ടുപോയെന്ന് ഒരു പേടിയുണ്ട്, പക്ഷെ കുഴപ്പമില്ല, അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വെൽ ഡൺ. അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് വേറെ പറയാം. ഇതിപ്പോൾ ഏകദേശം ഒരു 4 ചില്ലാന ഏക്കറിൽ അല്ലേ രതീഷ്? 4 ചില്ലാന ഏക്കറല്ലേ അല്ലേ? അത് രതീഷ് റെസ്റ്റോറൻറ്റിലെ F&B മാനേജറാണ്. നമ്മളെ F&B നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് രതീഷാണ്. ഹായ്. ഇതൊരു 4 ചില്ലാന ഏക്കറിൽ നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഈ കുടുംബം ശരിക്കും തിരുവിതാംകൂറിലെ പഴയ മോറജബൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അവകാശങ്ങളുള്ളൊരു കുടുംബമാണ്. പിന്നീട് ഇവരിത് മാറി എനിക്ക് തോന്നുന്നു കോട്ടയം ഭാഗത്തേക്ക് സെറ്റിൽ ചെയ്തു എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ഉള്ളത്. അതിനുശേഷം ഈ പ്രോപ്പർട്ടി KR ഗ്രൂപ്പ് എടുത്ത് അത് റെനോവേറ്റ് ചെയ്ത് അതൊരു റിസോർട്ടാക്കി മാറ്റിയേക്കുകയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്താ പറയുക, ഒരു ഫാമിലി, ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി വന്ന് ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വളരെ രസകരമായിട്ടുള്ള സ്ഥലമാണ്. വളരെ പാരമ്പര്യത്തിൽ പണിതിരിക്കുന്ന ഒരു 8 കെട്ടാണ് ഇപ്പം നിലവിലുള്ളത്. നേരത്തെ 16 കെട്ടായിരുന്നു എന്ന് തോന്നുന്നു എന്ന് പറയപ്പെടുന്നു. 2 നടുമുറ്റമൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തേക്കാണ്. ഇതിൻ്റെ അകത്ത് പഴയ കൺസ്ട്രക്ഷൻ്റെ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ മച്ചും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയിൽ റിസ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. നല്ല രീതിയിൽ റിസ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ട്രഡീഷണൽ ഹൗസ്. അതാണ് നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റുക. അതല്ല കേട്ടോ, അതൊക്കെ ഞങ്ങൾ ഇതാരത് ഞാനെന്ന് അതെ. അപ്പോ ഇതൊരു ഫാമിലി ആയിട്ട് വന്നിട്ട് എല്ലാവരും കൂടി വന്നിട്ട് എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി വന്നിട്ട് ഒരു ദിവസം വന്ന് സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു നല്ല രസമുള്ളൊരു ഒരു പ്രോപ്പർട്ടിയാണിത്. ഇതിന്റെ റെന്റും ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അവരോട് സംസാരിക്കാം. ഈ വീഡിയോയിൽ എന്റെ നറേഷനിൽ ഞാനിത് പറയുന്നില്ല. ബട്ട് ഇതിവിടെ പിന്നെയും ബ്യൂട്ടിഫുൾ എന്ന വാക്ക് ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇറ്റ് ആക്സസ് ക്വൈറ്റ് ബ്യൂട്ടിഫുൾ. ഇത് വന്ന് കണ്ടാലാണ് ഇതിന്റെ ഭംഗി കുറേയും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇവിടെയുള്ള ഫെസിലിറ്റീസ് നമുക്ക് നോക്കാം. ഫെസിലിറ്റീസ് പുറത്ത് ഇവിടെ പുറത്തൊരു ഓഡിറ്റോറിയം പോലെ ഒരു സ്പേസ് ഉണ്ട്, ഒരു ഓപ്പൺ സ്പേസ്. കുറച്ച് സീറ്റിംഗ് ഉണ്ട്. ഐ തിങ്ക് ഒരു 150 പേർക്കുള്ള ഒരു സീറ്റിംഗ് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. ഇത് ഓപ്പൺ ഏരിയ. അതിന്റെ അപ്പുറത്തേക്ക് നാട്ടിൻപുറ കാഴ്ചകളാണ്. ആ ബിൽഡിംഗ് അപ്പുറത്ത് പിന്നെ അത്യാവശ്യം എന്റർടൈൻമെന്റ് അല്ലാണ്ട് വേണ്ടവർക്ക് വേണ്ടി ഒരു സ്ഥാപനമുണ്ട്. ഈ മനയുടെ അകത്ത് ഒരു വെച്ചുപൂജയുണ്ട്, ഒരു അറയും, അതിനകത്തൊരു വെച്ചുപൂജയുണ്ട്, ഒരു ഭഗവതി പ്രതിഷ്ഠയുണ്ട്. അതുകൊണ്ട് ഇതിനകത്തേക്ക് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ കൊടുക്കുള്ളൂ. ഭക്ഷണം ഇവര് തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണം ഇവർ സമ്മതിക്കുന്നില്ല, ആവശ്യമില്ല. കാരണം KR ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് അവർ ദേ മേക്ക് ഡെലിഷ്യസ് ഫുഡ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇന്നലെ രാത്രിയിലത്തെ ഞങ്ങളുടെ അനുഭവം വെച്ചിട്ട് എക്സ്ട്രാ ഓർഡിനറി ഡെലിഷ്യസ് ഫുഡായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു. ഇന്നലത്തെ ഡിന്നറിന് നമുക്ക് അങ്ങോട്ട് പോവാം, ആ ഭാഗത്തേക്ക് പോവാം. സീ ദ ബാക്ക് യാർഡ്. ഇതിപ്പോൾ സൈഡിലെ കോർട്ട്യാർഡാണ്. ഇവിടെ ഈ സ്വിമ്മിംഗ് പൂള് കാണാം. അവിടെ ശോഭമായി നിൽക്കുന്നു. അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഉള്ള പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഇവിടെ നമുക്കൊരു കിണറുണ്ട്. ഇത് അടുക്കള കിണർ എന്നുള്ള കോൺസെപ്റ്റിലാണ് ശരിക്കും പറഞ്ഞത്. കിണർ കുറച്ച് ആഴമുള്ള സാധാരണ കിണർ കെട്ടിയിട്ടുള്ള കിണറാണ്. അതിന് തുടി എന്ന് പറയും. അടുക്കള കിണറിൽ അവിടെ അതിന്റെ മുകളിൽ കയറിട്ടിട്ടാണ് പണ്ട് കാലത്ത് കയറിട്ടിട്ട് തൊട്ടിയിടുക, അല്ലെങ്കിൽ ബക്കറ്റ് ഇട്ടിട്ട് വെള്ളം കോരിയെടുക്കുക. തുടി എന്ന് പറയുന്നത് പഴയ ഒരു സാധനമാണ്, മരം കൊണ്ട് ഉണ്ടാക്കിയേക്കണം. അതിന്റെ വിചാരികളെല്ലാം മരമാണ്, അതിനകത്ത് മെറ്റലില്ല. അതൊന്ന് ക്ലോസപ്പ് എടുത്താൽ നല്ലതാണ്. നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ബാക്ക് യാർഡാണ്. ഇപ്പം നിലവിലുള്ള അവരുടെ സ്റ്റാഫ് എൻട്രിയും ബാക്കി കാര്യങ്ങളാണ്. നമുക്കത് അവിടെ അവർക്ക് വിട്ടു കൊടുത്തേക്കാം. ഇതിന്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം.